ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം. പ്രൈസ് ഗോഡ്. നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കോൾ അൺടു മീ ആൻഡ് ഐ വിൽ ആൻസർ thee and show thee great and mighty things which thou knowest not. Praise God. അപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മഹത്തായ കാര്യങ്ങൾ, ഗ്രേറ്റ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അഗോചരമായ കാര്യങ്ങൾ, മൈറ്റി തിങ്സ്, നമുക്കറിയാനായിട്ട് എന്ത് ചെയ്യണം? കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല, ഒന്നും ചെയ്യേണ്ട, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രൈസ് ഗോഡ്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും ചെയ്യണ്ട, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രൈസ് ഗോഡ്. ഒരു വിഷയം എന്തായിത്തീരുമെന്ന് അറിയത്തില്ല, ഇതെന്തായിത്തീരുന്നാൽ തന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പണ്ട് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചിന്തിച്ചാൽ, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിലും ഒരു കുന്തവുമില്ല. പ്രൈസ് ഗോഡ്. അപ്പം നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം അറിയാമോ? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രൈസ് ഗോഡ്. കേൾക്കുമ്പോൾ അത് എളുപ്പമാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, എളുപ്പമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ ചുമ്മാ കിടന്ന് വിളിച്ചാൽ കാര്യമില്ല, വിളിക്കേണ്ടതുപോലെ വിളിക്കണം. അതാണ് പ്രധാനം. പ്രൈസ് ഗോഡ്. എങ്ങനെ വിളിക്കണമെന്ന് മനസ്സിലാക്കി വിളിക്കേണ്ടതുപോലെ വിളിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പണ്ട് കേട്ടൊരു കഥയാണ്. ഒരു തള്ളയുടെ മകൻ ഗൾഫിലായിരുന്നു. തള്ള ഇവിടുന്ന് എല്ലാ മാസവും മകനൊരു മറുപടി എഴുതും. മകൻ്റെ എഴുത്ത് വന്നാലൊരു മറുപടി അയക്കും. പക്ഷെ മകൻ അവിടെ നിന്ന് എഴുതി, എനിക്ക് അയച്ച മറുപടി കിട്ടിയില്ല, എങ്കിലും ഞാൻ എഴുതുന്നു, കാശും അയക്കുന്നു, ഇത് കിട്ടിയാലെങ്കിലും എനിക്ക് തിരിച്ചൊരു മറുപടി എഴുതണം. പ്രൈസ് ഗോഡ്. തള്ളയ്ക്ക് ഹല്ലേലൂയ കാര്യം മനസ്സിലായില്ല. ഇവിടെ പോയോ പോസ്റ്റ്മാൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും മറുപടി അയച്ചു, കിട്ടിയില്ല. ഒരു വർഷം ഇങ്ങനെ മറുപടി അയച്ചുകൊണ്ടിരുന്നു, കിട്ടിയില്ല. പ്രൈസ് ഗോഡ്. ഇവിടുത്തെ മകൻ ലീവിന് വന്നു. ലീവിന് വന്നപ്പോൾ തള്ള ചോദിച്ചടാ മോനെ, ഞാൻ നിനക്ക് എല്ലാ മാസം മറുപടി അയക്കുമായിരുന്നു, എന്താ കിട്ടാഞ്ഞത്? മകൻ പറഞ്ഞ അഡ്രസ്സ് എഴുതിയത് തെറ്റായിരിക്കും. പിന്നെ തള്ള ഒരു കള്ളാസ് എടുത്തുകൊണ്ട് വന്നു. ഇതാണോ നിൻ്റെ അഡ്രസ്സ്? അതെ, ഇത് കൃത്യമായിട്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിച്ചാണ് ഞാൻ ലെറ്റർ അയച്ചത്. പ്രൈസ് ഗോഡ്. പക്ഷെ ഒറ്റ എണ്ണം കിട്ടിയില്ല. എവിടെ പോയി? എന്ത് പറ്റി? പ്രൈസ് ഗോഡ്. കൊടുക്കാൻ ചോദിച്ച് വന്നപ്പോഴാണ് സത്യം മനസ്സിലായത്. തള്ള എഴുത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത്, പ്രൈസ് ഗോഡ്, ഒരു ചുമന്ന പെട്ടിയിലാണ്. പോസ്റ്റ് ഓഫീസിൽ തൂക്കിയിട്ടിരിക്കുന്ന പെട്ടി ചുമന്നതാണ്. തള്ള ഇതിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. പക്ഷേ പെട്ടി കൊണ്ടുപോയി മോനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് മനസ്സിലായത്, തള്ള പോസ്റ്റ് ചെയ്തിരുന്ന മുഴുവൻ പോസ്റ്റ് ഓഫീസിലെ പെട്ടിയിലല്ല, ഫയർ എഞ്ചിൻ്റെ ഓഫീസിലുള്ള പെട്ടിയിലാണ്. രണ്ടും ചുമപ്പാണ്. ചെന്നപ്പോൾ 12 എഴുത്ത് അയച്ചത് പെട്ടി കിടപ്പുണ്ട്. ഒറ്റ എണ്ണം പോലും പോയിട്ടില്ല. പ്രൈസ് ഗോഡ്. എഴുതിയാലും പോരാ, അഡ്രസ്സ് ശരിയായാലും പോരാ, പോസ്റ്റ് ചെയ്യേണ്ടടുത്ത് കൂടെ പോസ്റ്റ് ചെയ്യണം. പ്രൈസ് ഗോഡ്. അപ്പം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ കിടന്ന് വിളിച്ചപേക്ഷിച്ചിട്ട് കാര്യമില്ല, വിളിക്കേണ്ടതുപോലെ വിളിക്കണം. പ്രൈസ് ഗോഡ്. യെരമ്യാവ് ഈ വചനം അരുളി ചെയ്യുമ്പോൾ യെരമ്യാവിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അതിൻ്റെ 1-ാം വാക്യത്തൊട്ട് നോക്കിയേ. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായത് എന്തെന്നാൽ. അപ്പോൾ യെരമ്യാവിന് രണ്ടാമതുണ്ടായ അരുളപ്പാടാണിത്.
2-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ ആദ്യത്തെ അരുളപ്പാട് നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. 2-ാമത്തെ അരുളപ്പാടാണിത്. എപ്പോഴാണ് കിട്ടിയെന്നറിയാമോ? കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. ആരെല്ലാം നമ്മളെ എവിടെയെല്ലാം അടച്ചിട്ടാലും എവിടെയെല്ലാം പൂട്ടിയിട്ടാലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിന് നമ്മളോട് ഇടപെടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മളെ എവിടെ കൊണ്ടുപോയിട്ടാലും ദൈവം അവിടെ ഇറങ്ങി വരും, നമ്മളെ സഹായിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള വിശേഷണം നമ്മൾ വായിച്ചാൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ഈ ദൈവം ആര് എന്ന് നമുക്ക് പ്രൈസ് ഗോഡ് കാണാൻ സാധിക്കും. വായിച്ച്. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. യെശൂരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഏത് കുണ്ടറയിൽ കിടന്ന് വിളിച്ചപേക്ഷിച്ചാലും അവിടെ വന്ന് നിന്നോട് സംസാരിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിനെ മുഴുവൻ പരിശോധിച്ച് നോക്കിയോ, അല്ലെങ്കിൽ അനുഭവങ്ങൾ നോക്കിക്കോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മന്ത്രിമാരും മഹത്തുക്കളും ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ പിടിച്ച് കല്ലറയ്ക്കകത്തിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിൻ്റെ നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ക്രൈസ്തവ ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 17-ാം വാക്യം. അവരൊരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ട് മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. 16-ാം വാക്യം. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. എന്നിട്ട് ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കാൻ ദാനിയേലിനെ ഇട്ട ഗുഹ ഒരു കല്ലുകൊണ്ട് അടച്ചിട്ട് രാജാവിൻ്റെയും മന്ത്രിമാരുടെയും മഹത്തുക്കളുടെയും മോതിരം കൊണ്ട് അതിന് മുദ്രയിട്ടു, സീൽ ചെയ്തു. പ്രൈസ് ഗോഡ്. ഇനി മെദ്യ പാർസ്യ രാജ്യത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ആമേൻ രാജാവ് അറിയാതെ ആ ഗുഹ തുറക്കുന്ന പ്രശ്നമില്ല. ദൈവത്തിന് സ്തോത്രം. അവരുടെ പ്രതീക്ഷ എന്തെന്നറിയാമോ? ഈ ഗുഹ തുറക്കുമ്പോൾ ദാനിയേലിൻ്റെ അസ്ഥി പോലും കാണത്തില്ല, സിംഹങ്ങളിൽ തിന്നിട്ടുണ്ടാവും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അടുത്ത ദിവസം രാവിലെ 20-ാം വാക്യം, അതിൻ്റെ 19 മുതൽ. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. സിംഹഗുഹയുടെ അരികെ ചെന്നു. എന്നിട്ട് ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അകത്തുനിന്ന് കേട്ട മറുപടി എന്തായിരുന്നു? ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കാൻ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ദൂതനെ എവിടെ അയച്ചെന്നറിയാമോ?
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മന്ത്രിമാരും മഹത്തുക്കളും ചക്രവർത്തി തിരുമേനിയും മുദ്ര വച്ച് അടച്ചു വച്ചിരിക്കുന്ന കല്ല്, അത് ആ മുദ്ര അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കാനും തൻ്റെ ദാസനെ വിടുവിക്കാനും ശക്തനാണ്. ഇന്ന് രാത്രി ആരൊക്കെ നിങ്ങളെ തടഞ്ഞു വെച്ചാലും, ആരൊക്കെ പിടിച്ചു വെച്ചാലും, ആരൊക്കെ അടച്ചിട്ടാലും, ആരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആരും സഹായിക്കാനില്ലെങ്കിലും, ദൈവത്തിൻ്റെ പൈതലെ ഒരു കാര്യം നിനക്ക് ഉറപ്പാണ്, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ആകാശത്തൂടെ വരുന്നു. ഇന്ന് രാത്രി വേദനപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ സഹായവുമായി കർത്താവ് തൻ്റെ ദൂതനെ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങൾ മാറ്റുവാൻ, ഭാരങ്ങൾ മാറ്റുവാൻ, കഷ്ടങ്ങൾ മാറ്റുവാൻ, ദുരിതങ്ങൾ മാറ്റുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ ആഴങ്ങളിലും നിന്ന് ദൈവം എന്നെ വിടുവിക്കുമെന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം തൻ്റെ ദൂതനെ അയക്കണം. ദൂതനെ അയച്ചു, ദൂതനെ അയച്ചു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് കർത്താവിനറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ സിംഹങ്ങൾ എൻ്റെ പൈതലിന്, എൻ്റെ കുഞ്ഞിന് കേടുവരുത്തും. ആമേൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദാനിയേൽ ഗുഹയിലേക്ക് വീഴുന്നതിന് മുമ്പ് ആര് വീണു? ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ഇന്ന് പകൽ ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. സിംഹങ്ങൾ നിനക്ക് കേടുവരുത്താൻ സമ്മതിക്കത്തില്ല. ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിലായാലും നിനക്ക് കേടുവരുത്താൻ സമ്മതിക്കത്തില്ല. തീച്ചൂളയിൽ നിങ്ങൾ വീഴുന്നതിന് മുമ്പ്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വീഴുന്നതിന് മുമ്പ് നാലാമനായവൻ ഇറങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഇത് വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ പ്രിവിലേജാണ്. പ്രൈസ് ഗോഡ്. ഇത് ദൈവമക്കളുടെ പ്രിവിലേജാണ്. ഈ പ്രിവിലേജ് നമ്മൾ ഏറ്റെടുക്കാൻ ഇടയായാൽ, വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ ഇടയായാൽ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഈ ദൈവം വിടുവിക്കുന്നത് കാണും. പ്രൈസ് ഗോഡ്. എന്നെ സന്തോഷിപ്പിച്ച ഭാഗം അതല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. അയച്ചത് ഒരു ദൂതനെ, അടച്ചത് സിംഹങ്ങളുടെ വായെ. ഒരൊറ്റ ദൂതം വന്നാൽ മതി. പ്രൈസ് ഗോഡ്. എത്ര സിംഹം ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും വായ നിമിഷം കൊണ്ട് അടച്ച് കിളിപ്പിടും. ഇന്ന് രാത്രി നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര സിംഹം പോലുള്ള പ്രശ്നമുണ്ടെങ്കിലും, ഒരൊറ്റ ദൂതൻ വന്നാൽ മതി. ആ സിംഹങ്ങളുടെ വായ അടച്ച് അവൻ നിന്നെ രക്ഷിക്കും. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിഴുങ്ങുവാൻ നിൽക്കുന്ന ചില സിംഹങ്ങളെ പോലെ ചില വിഷയങ്ങളെ എൻ്റെ ദൈവമേ നിൻ്റെ ദൂതനെ അയച്ച് വായ അടയ്ക്കണമേ. അന്തല ജൗഡക ജഗന ദഗരക ജഗനക രഗതക ജനകല ഹത്തല ബൗദക ജമന അസ്സ രൗഡർ രൗഡർ ജനപര ഹസ്തന ജൗഡക രമ്പല ബരബ ഹത്തുര ജനപര ഊഷി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതനെ അയച്ച്, പ്രൈസ് ഗോഡ്, സിംഹങ്ങളുടെ വായ അടച്ചു. അപ്പം യെരമ്യാവ് കാവൽപ്പര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നാലും അവിടെയും ദൈവം അവനോട് ഇടപെടും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ദൈവം അവനോട് ഇടപെട്ടിട്ട് പറയുന്ന 3:2 യെരമ്യാ പ്രവചനം 33:2. സോറി, യെരമ്യാ പ്രവചനം 33:2. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ അനുഷ്ഠിക്കുന്ന ദൈവം, അതായത് പറഞ്ഞതിനെ പൂർത്തീകരിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. Thus saith the Lord, the maker thereof, the Lord that formed it and established it. The Lord is his name. The Lord formed it, that formed it and to establish it. അവനെ അനുഷ്ഠിക്കുന്ന ദൈവം, നിവർത്തിക്കുന്ന ദൈവം. അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരം അരുളും. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ മെസ്സേജിൻ്റെ ആകത്തുകയാണ് ഈ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. ദൈവവൈദ്യലെ ഏത് അനുഭവത്തിൽ കൂടെ കടന്നുപോയാലും, ഏത് വിഷയത്തിൽ കൂടെ കടന്നുപോയാലും, ഒരു മനുഷ്യനും പരിഹരിക്കാൻ വയ്യ എന്ന് തോന്നുന്ന വിഷയത്തിൽ കൂടെ കടന്നുപോയാലും എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ നടക്കും, അത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു കാര്യം
വിശ്വസിക്കുക, എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം കൂടെ അറിയണം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറയുമ്പോൾ വിശ്വസിക്കേണ്ടത് മല നീങ്ങുമെന്നല്ല. മല നീങ്ങുമെന്നല്ല വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കും. ഞാൻ മല നീങ്ങാൻ പ്രാർത്ഥിച്ചാൽ മല എന്ത് ചെയ്യും? നീങ്ങും. മല നിൽക്കാൻ പ്രാർത്ഥിച്ചാൽ മല അവിടെ നിൽക്കും. മനസ്സിലായി? ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വിഷയം പഠിക്കാനുള്ളതാണ് എങ്കിലും നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതല്ലല്ലോ 19 എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇത് പറയുന്നതിന് മുമ്പാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും, ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും. ഒന്നുകൂടെ വാക്യം വായിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് അവർക്കത് ലഭിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് നമ്മുടെ വിശ്വാസം. മല മാറും എന്ന് വിചാരിച്ചാൽ, കടൽ രണ്ടാകുമെന്ന് വിചാരിച്ചാൽ, യോർദാൻ രണ്ടായി പിരിയുമെന്ന് വിചാരിച്ചാൽ, പ്രൈസ് ഗോഡ്, നമ്മൾ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത് കാഴ്ചയിലാണ്. മല മാറിയില്ലെങ്കിൽ നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം. കടൽ രണ്ടായില്ലെങ്കിൽ നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം. യോർദാൻ നദിയുടെ ഒഴുക്ക് നിന്നില്ലെങ്കിൽ നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം. പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ കടലിൽ എനിക്കൊരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവ പൈതലെ, എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ വഴി തുറന്നാലും തുറന്നില്ലെങ്കിൽ നിൻ്റെ വിഷയമല്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വിശ്വാസം വ്യാപരിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി പുറപ്പെടും. അപ്പം അതിൻ്റെ റിസൾട്ടാണ് നീ കാണുന്നത്. ഏതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്? ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, കാണുന്നത് വിശ്വസിക്കുന്നതാണോ കാണാത്തത് വിശ്വസിക്കുന്നതാണോ ഭാഗ്യവാന്മാർ? ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നിട്ട് എന്ത് ചെയ്യും? നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറുപടി വർക്ക് ചെയ്യേണ്ടത്, പ്രൈസ് ഗോഡ്, വസ്തുക്കളിന്മേലല്ല, അവൻ്റെ അറിവിൻ്റെ മണ്ഡലത്തിലാണ്. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, അതിൻ്റെ റിസൾട്ട് ആദ്യം പ്രതിഫലിക്കേണ്ടത് വസ്തുക്കളിന്മേലല്ല, പ്രാർത്ഥിച്ച നിന്നിലാണ്. അതാ വിശ്വാസം. പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് മൂവാറ്റുപുഴയുള്ള ഒരു സഹോദരി വന്നിരുന്നു. ഇത് ആരാധന കഴിഞ്ഞ് വിളിച്ച് ലേറ്റായിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ ഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരോട് വന്നത്. പ്രൈസ് ഗോഡ്. കോലഞ്ചേരിയിൽ കാറുകുളപ്പടിയിലൊരു കൺവെൻഷന് പോയപ്പോൾ ഈ സഹോദരി അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കഴുത്തേൽ
ഒരു തൈറോയിഡിൻ്റെ മുഴയുണ്ടായിരുന്നു, വലിയൊരു മുഴ. അതിൻ്റെ ഫോട്ടോ ഒക്കെ അവരുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട് കയ്യിൽ. അന്ന് ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് കൺവെൻഷൻ പ്രസംഗത്തിൽ പ്രാർത്ഥനയിൽ പറഞ്ഞ നിമിഷം അവർക്കൊരു കാര്യം കണ്ടു, ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. വിശ്വസിച്ച് ദൈവവചനം ഏറ്റെടുത്താൽ ആ നിമിഷം ചിലത് ചലിച്ചിരിക്കും. ആദ്യം നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ വിശ്വാസ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ സാധിക്കണം, എൻ്റെ മുഴ അപ്രത്യക്ഷമാകുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രശ്നം അപ്രത്യക്ഷമാകുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ എൻ്റെ മുമ്പിൽ ഇതാ തുറക്കുകയാണ്. കാരണം ഇനി ഈ വാതിലിന് അടഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ട് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ ബുദ്ധിയുടെ മണ്ഡലത്തിൽ പ്രാർത്ഥിച്ചവനിൽ ആദ്യം പ്രവർത്തനം നടക്കണം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചേച്ചും തൊട്ട് നോക്കും വല്ല അനക്കമുണ്ടോ. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും നമ്മുടെ ഇൻ്റലിജൻസിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ആത്മാവിൽ നമുക്കൊരു നിശ്ചയവും കിട്ടിയിട്ടില്ല. നീ തൊട്ട് നോക്കിയിട്ട് വേണം മറുപടി കിട്ടിയോ എന്നറിയാൻ. ഇന്ന് രാത്രി നീ ഞാനും പ്രാർത്ഥിച്ച വിഷയം പാഴായി പോകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ വചനപ്രകാരം നിന്നുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പാഴായി പോകത്തില്ലെന്ന് ബുദ്ധിയുടെ മണ്ഡലത്തിൽ വിശ്വസിക്കാൻ സാധിച്ചാൽ ആ വിശ്വാസം തെറ്റത്തില്ല. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റെന്തെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് വിശ്വസിക്കുന്നത്, വിശ്വസിച്ചിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച ശേഷം റിസൾട്ട് കാണുമ്പോഴാണ് പ്രാർത്ഥന വിശ്വസിക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടിയിൽ വിശ്വസിക്കുന്നത്. ഇന്നൊരു ചേഞ്ച് വരണം. പ്രൈസ് ഗോഡ്. ഇന്നൊരു ചേഞ്ച് വരണം. അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഗോഡ്, ഒരു വിഷയത്തിന് വേണ്ടി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? ഒറ്റ പ്രാവശ്യം മര്യാദക്ക് പ്രാർത്ഥിച്ചാൽ മതി. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥന. നിങ്ങളൊന്ന് എടുത്തു നോക്കി. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 30 മുതലുള്ള വാക്യം. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറക് അടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിന്റെ ശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മണിക്കൂറുകൾ എടുത്ത് കാണും. ഒരു കോഴിയെ കൊന്ന് അതിൻ്റെ പപ്പ് പറിച്ച് നന്നാക്കി എടുക്കണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണം. ഇതൊരു കാളയെ കൊന്ന് തോലുരിച്ച് കഷ്ണമാക്കി ഖണ്ഡമാക്കി യാഗപീഠത്തിൻ്റെ വിറകുമേൽ അടുക്കി വെച്ച് പ്രൈസ് ഗോഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ എടുത്ത് കാണും. എന്നിട്ട് ഭോജനയാഗത്തിൻ്റെ വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തൊട്ടിയിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു. വായിച്ച്. അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം, ഇസഹാക്കിന്റെയും യാക്കോബ് അല്ലേ? അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ. ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. മലയാളത്തിൽ എണ്ണി നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 39 വാക്കുകളേ ഉള്ളൂ. ഇംഗ്ലീഷിൽ എണ്ണി നോക്കിയാൽ 63 വാക്ക് കാണും.
ജസ്റ്റ് 63 വേർഡ്സ്. ഇതെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ 8 സെക്കൻഡ് മതി. പ്രൈസ് ഗോഡ്. ഏലിയാവ് 8 സെക്കൻഡുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഉത്തരം വരണമേ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ, ഉടനെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഉടനെ ദൈവത്തിന് സ്തോത്രം. and then the fire of the Lord fell. ആമേൻ പറയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തീ ഇറങ്ങി. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളൊരു വെല്ലുവിളിയുടെ മുഖത്താണെന്ന് മനസ്സിലാക്കണം. ഏലിയാവിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്ന 450 അശേരായുടെ പ്രവാചകന്മാർ, 400 ബാലിൻ്റെ പ്രവാചകന്മാർ, ഇവരെല്ലാവരും കൂടെ 850 പേര് ഒരു ഭാഗത്ത് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, ദൈവമക്കളെ, നമുക്ക് ഇവർക്കെതിരായി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബലമല്ല. ഇറ്റ് ഈസ് നോട്ട് അവർ മസിൽ പവർ, നമ്മുടെ മണി പവർ അല്ല, നമ്മുടെ മാൻ പവർ അല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ഒരു പവർ കൊണ്ടും നിൽക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് നിനക്ക് നേരെ നിൽക്കാൻ സാധിക്കും. എന്തെല്ലാം നിനക്കെതിരെ വന്നാലും, ആരെല്ലാം നിനക്കെതിരെ വന്നാലും, കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിനെ നേരെ നിർത്തിയ ആ വിശ്വാസത്തിൻ്റെ ശക്തി. പ്രൈസ് ഗോഡ്. എന്താണ് ആ വിശ്വാസം എന്നറിയാമോ? ഞാനിതെല്ലാം നിൻ്റെ കൽപ്പനപ്രകാരം ചെയ്തു. പ്രൈസ് ഗോഡ്. നിൻ്റെ വചനപ്രകാരം ഞാൻ ചെയ്തു എന്ന് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. തീ കൊണ്ടിട്ട് ദൈവമേ ഉത്തരമരുളണമേ. ഉടനെ ആ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നറിയാം? ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഏലിയാവ് ഇതെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച ശേഷമല്ല വിശ്വാസം വ്യാപരിച്ചത്. ഏലിയാവിൻ്റെ വിശ്വാസം വ്യാപരിച്ചത് 22-ാം വാക്യത്തിൽ തൊട്ടാണ്. 22-ാം വാക്യം വായിച്ചേ. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ടമാക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഏലിയാവ് 22 മുതലുള്ള വാക്യങ്ങളിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കാം. ഇത് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിൽ കൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. അവൻ കർമ്മേൽ പർവ്വതത്തിൽ വിറകെടുക്കേണ്ട, യാഗപീഠം കെട്ടേണ്ട, കാളയെ അടുത്ത് വയ്ക്കേണ്ട. പ്രൈസ് ഗോഡ്. ഹാലിലെ വെള്ളം ഒഴിക്കേണ്ട, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട. അതിനു മുമ്പ് വിശ്വാസ കണ്ണുകൊണ്ട് ഏലിയാവ് ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതാ ആകാശത്ത് തീ ഇറങ്ങുന്നു. ഇന്ന് പകൽക്കാലം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, നിൻ്റെ ആരാധനയ്ക്ക് മുമ്പ്, നിൻ്റെ യാചനയ്ക്ക് മുമ്പ്, നിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും മുമ്പ് വിശ്വാസ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കാണാൻ സാധിക്കുന്നുണ്ടോ? നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിൻ്റെ പ്രവൃത്തികളുടെ ഫലം ഇന്ന് രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉടബല ഹതുല ജവനക തകര ദലബ സമ്പർ കൗതക ജഗന രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മറുപടി വന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 38-ാം വാക്യം, 38-ാം വാക്യത്തിലല്ല, 22-ാം വാക്യത്തിൽ വെച്ച് ഏലിയാവിന് നിശ്ചയമുണ്ട്, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ലഭിച്ചിട്ടല്ല, ലഭിക്കുന്നതിന് മുമ്പ് അല്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി കിട്ടിക്കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോഴെല്ലാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരെന്ന് ഞാൻ പറയുന്നില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, അതുപോലെ സംഭവിച്ചിട്ടും കാണും. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല.
എല്ലാം പ്രതികൂലമായി വന്നാലും, എല്ലാം അനുകൂലമല്ലാത്ത അനുഭവത്തിൽ കൂടെ കടന്നു വന്നാലും, സകലരും പ്രതികൂലമായാലും ഈ ഒരു വിശ്വാസം വ്യാപരിച്ച് കഴിയുമ്പോൾ തളരുകയില്ല, തകരത്തുമില്ല. തൻ്റെ അടുത്തോടെ നിന്നുകൊണ്ട് പറയും, ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗോന്നതങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഇന്നും ജീവിക്കുന്ന യേശുവാണ് എൻ്റെ ദൈവം. മനസ്സിലായോ? ഈ ഒരു ഉറപ്പാണ് നമ്മുടെ വ്യത്യാസം. യേശുവാണ് എൻ്റെ ദൈവം. ഈ യേശു ആരാണ്? മരിച്ചവൻ, മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ. അതുകൊണ്ടാണ് രക്ഷയുടെ വാക്യത്തിൽ ഈ അടിസ്ഥാന തത്വം കിടക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്ത് വിശ്വസിക്കണം? എന്ത് ഏറ്റുപറയണം? യേശു ക്രിസ്തു എൻ്റെ കർത്താവ്. എന്ത് വിശ്വസിക്കണം? ഹല്ലേലൂയ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന ജീവനുള്ള ദൈവം. ഇന്ന് മുതൽ, ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ആ വിശ്വാസം അങ്ങോട്ട് വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്ത് വിഷയം വന്നാലും നമ്മൾ കുലുങ്ങുകയുമില്ല, കലങ്ങുകയുമില്ല. നമുക്കൊരു കാര്യം അറിയാം, ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. യെരമ്യാവിൻ്റെ ജീവിതത്തിൽ ദൈവം അവനത് പഠിപ്പിച്ചു. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മഹത്തായ, അഗോചരമായ, മൈറ്റി ആൻഡ് ഗ്രേറ്റ് തിങ്സ് 12 കാര്യങ്ങൾ യെരമ്യാവിനെ അറിയിച്ചു. പ്രൈസ് ഗോഡ്. രാത്രി അത് ഞാൻ എടുക്കാൻ പോയാലും തീരത്തില്ല. ദൈവം ചോദിച്ചാൽ അടുത്ത ആഴ്ച എടുക്കാം. 12 കാര്യങ്ങൾ ദൈവം അറിയിച്ചു. പ്രാർത്ഥിക്കുന്നൊരു ദൈവമക്കൾ 12 വിധ കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എന്നെ അറിയിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ മാറിപ്പോയാലും നീക്കം വരാത്ത അവൻ്റെ ദയയിൽ ആശ്രയിക്കും. ഞാൻ അവന് വേണ്ടി ജീവിക്കും. പ്രൈസ് ഗോഡ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കും. അതാണ് പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമാണ് 91-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ വായിക്കുന്നത്. 91-ാം സങ്കീർത്തനം അത് വായിച്ച് അവസാനിപ്പിക്കാം. 91-ാം സങ്കീർത്തനം 15-16 വാക്യങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഇതായിരിക്കണം നമ്മുടെ ഉറപ്പ്, ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. പ്രൈസ്. അതുകൊണ്ട് ഞാൻ തളരുകയുമില്ല, തകരുകയുമില്ല. ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ വിടുവിക്കും. ഇതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവകരങ്ങളിൽ നമ്മളെല്ലാവരും താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയാൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം.